വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് ഗിവ് അവേയുടെ റിസൾട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ ഇന്ന് പുസ്തക ദിനമാണ്, ലോക പുസ്തക ദിനമാണ്. ഏപ്രിൽ 23 ഷേക്സ്പിയറിൻ്റെയും ഒക്കെ ഓർമ്മ ദിനത്തിലാണ് അത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെ ഞാനിത് വീഡിയോ ചെയ്യുകയാണ്. ഇത് നമുക്ക് വിഷുവിൻ്റെ ഗിവ് അവേക്ക് നമുക്ക് ഏപ്രിൽ 20 വരെയാണ് നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 20 കഴിഞ്ഞു. ഞാൻ അതുവരെയുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ കുറിപ്പുകളാക്കിയിട്ട് എടുത്തിട്ട് ഞാൻ നറുക്കെടുപ്പിലൂടെ വിജയിനെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിഷു ഗിവ് അവേക്ക് പറഞ്ഞിരുന്ന പുസ്തകം ഫ്രൈഡേ ഫോറൻസിക് ക്ലബാണ് എഴുതിയിരിക്കുന്നത്. രജത് ആർ. ഇത് DC അപ്മാർക്കറ്റ് ഫിക്ഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 220 രൂപയാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ആ ബോഡി ലാബിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 കഥകളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ പറയുന്ന തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സബ്സ്ക്രൈബർ കമൻ്റ് എഴുതിയ ആള് എനിക്ക് ഒന്നെങ്കിൽ ഡീപ് റീഡ്സിന് ഇൻസ്റ്റാ പേജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ഇതിൻ്റെ കമൻസിൻ്റെ താഴെ സ്വന്തം അഡ്രസ്സ് പറയുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അതുൽ വേണുവിനാന്ന് തോന്നുന്നു, എനിക്ക് പനി പിടിച്ച് കിടപ്പായിപ്പോയി. ഞാൻ ഓഫീസിലേക്കൊന്നും പോയില്ല. സാധാരണ ഓഫീസിൽ പോകുമ്പോഴാണ് റാപ്പ് ചെയ്ത് അയക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊന്നും ഇത്തിരി ലേറ്റ് ആയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കുകയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ബുക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വിഷുവും ഈസ്റ്ററും ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബാഗിൽ, ഇപ്പോൾ ഇത് എൻ്റെ മേക്കപ്പ് ഒക്കെ ഇടുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ബാഗാണ്. അപ്പോൾ ആ ബാഗിനകത്ത് ഞാൻ എല്ലാ ആൾക്കാരുടെയും ഇതുപോലെ കുറിപ്പുകളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ ഒരെണ്ണം എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആ എടുക്കുന്ന ആളാണ് വിജയ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമം തോന്നരുത്. നമുക്ക് ഇനിയും ഗിവ് അവേസും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാം. എല്ലാവരുടെ പേരും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്. അവരുടെ ബുക്കിൻ്റെ പേരും അവർ പറഞ്ഞ ബുക്കിൻ്റെ പേരും എല്ലാവരുടെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനതിൽ നിങ്ങളുടെ എനിക്ക് കമൻസ് വരുന്ന പേരുകളാണ് എഴുതിയിട്ടിരിക്കുന്നത്. ശരിക്കും റിയൽ പേരാവണമെന്നില്ല, എന്നാലും ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി സെലക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരാളെ എടുത്തിട്ടുണ്ട്. ഞാൻ തുറന്നു വായിക്കുകയാണ്. മനു ബി ആണ് ഞാൻ എടുത്തിരിക്കുന്ന ആളുടെ പേര്. ടെൽ ഇറ്റ് ടു ദ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ഹാഡ്ലിയുടെ നോവലാണ് പറഞ്ഞത്. ഞാൻ വായിക്കാത്ത ഒരു നോവലാണ്. അത് വായിച്ചപ്പോൾ ഞാൻ ആ ബുക്ക് ഞാൻ ആമസോണിലൊക്കെ തപ്പി കണ്ടുപിടിച്ച് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ആമസോൺ പർച്ചേസിൽ അത് മേടിച്ചതാണ്. എന്നിട്ട് മേടിച്ചിട്ട് അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ റിവ്യൂ ചെയ്യാം. അപ്പോൾ ആളുടെ പേര് മനു ബി. ജെയിംസ് ഹാഡ്ലിയുടെ ടെൽ ഇറ്റ് ടു ദ ബേർഡ്സ് എന്ന് പറഞ്ഞ നോവലാണ് ആൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോർമലി ജെയിംസ് ഹാഡ്ലിയുടെ നോവൽസ് എല്ലാതും നല്ല അടിപൊളി നോവൽസ് ആണെന്ന് ഞാൻ അധികം വായിച്ചിട്ടില്ല. ഞാൻ 1-2 പുസ്തകങ്ങളെ വായിച്ചുള്ളൂ. അതിപ്പോഴും നല്ല വളരെ പണ്ട് ലൈബ്രറിയിൽ. പിന്നെ നമ്മൾ ഈ ലൈബ്രറിയിലെ ആശ്രയിച്ച് പുസ്തകം ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് സ്വന്തമായിട്ടൊക്കെ അധികം ബുക്സ് വാങ്ങിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ ലൈബ്രറിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ലൈബ്രറിയിൽ നല്ല ഹിറ്റായിട്ടുള്ള ബുക്കിൻ്റെ പകുതി പേജും ഉണ്ടാവില്ല. മീൻസ് വായിച്ച് മറിച്ച് ഒരാൾ ഉപയോഗിക്കുന്നത് കുറേ പേര് ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ അഗത ക്രിസ്റ്റീഡിയൊക്കെ എല്ലാം ഉണ്ട് തൃശ്ശൂർ ലൈബ്രറിയിൽ. പക്ഷേ നമുക്ക് അതിൻ്റെ ചിലപ്പോൾ ചില ഇടയിലുള്ള പേജസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ആ ക്രൂഷ്യൽ പോയിന്റൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി മനു ബിക്ക് കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അപ്പോൾ മനു എന്തായാലും എനിക്ക് ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ യൂട്യൂബിൻ കമൻസിലോ എനിക്ക് അഡ്രസ്സ് എഴുതി അയക്കണം. അപ്പോൾ തന്നെ ഞാൻ ബുക്ക് അയച്ചു തരുന്നതാണ്. മനുവിന് എന്തായാലും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ. വിഷുവിൻ്റെ ഗിവ് അവേയിൽ വിന്നറായതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.